ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ ഗൈസ്. എവിടെയെന്ന് അറിയാമോ? അമ്പലപ്പുഴ അമ്പലത്തിലാണ് കല്യാണം. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് അമ്പലപ്പുഴ അമ്പലത്തിൽ കയറിയിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പൊ ഇന്ന് ഞാൻ ആദ്യമായിട്ട് അവിടെ പോവാൻ പോവാണ്. ഞങ്ങളുടെ റിലേറ്റീവിന്റെ കല്യാണമാണ്. ഞങ്ങൾ സത്യം പറഞ്ഞത് മറന്നുപോയി. കാപ്പ് പിടിക്കുന്ന നേരത്താണ്, തിന്നാൻ നേരത്താണ് ഓർമ്മ എനിക്കിത് കല്യാണം ഉണ്ടത്. അങ്ങനെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ദോ എന്റെ മോക്കുട്ടിന്റെ റെഡി ആയിക്കൊണ്ട് ഞങ്ങളപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് കാണട്ടെ. അവിടെ നിന്ന് കയറുന്നത് വീഡിയോ എടുക്കണം വിചാരിച്ച് ഗൈസ്, പക്ഷെ പറ്റിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഞാൻ ആദ്യമായിട്ട് കയറാൻ പോവാണ് കേട്ടോ ഗൈസ്. ഞാൻ വലിയ കയറ്റിൽ പഫൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഹെൽമെറ്റ് വെച്ച കാര്യം ഞാൻ മറന്നുപോയി. കാരണം ഇപ്പം അത് ആകെ മറ്റേ വണ്ടി കയറി ഇറങ്ങിയ പോലെ ഇരിക്കുകയാണ്. അത് എത്ര പൊക്കാൻ നോക്കിയിട്ടും പറ്റും. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ അമ്പലത്തിൽ കയറുമ്പോൾ ഒരു മണമുണ്ട് കേട്ടോ ഗൈസ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് കേട്ടോ ഗൈസ് അവസ്ഥ. ഞങ്ങൾ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചാലും ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ലേറ്റായി പോകും. അത് എന്നും അങ്ങനെയാണ്. ഇന്നും അങ്ങനെയായിരുന്നു ഗൈസ്. ഞങ്ങൾ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്കും കെട്ട് കഴിഞ്ഞു പോയി. കെട്ട് മാത്രമല്ല, അമ്പലത്തിൽ നടയെ അടച്ചിട്ടോ, അങ്ങനെ തൊഴാൻ പോലും പറ്റിയില്ല. പിന്നെ ഒരു ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയണത് ഫുഡ് കിട്ടുമല്ലോ, അതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം ഗൈസ്. അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് കൊച്ചന്മാരെല്ലാവരും കണ്ടത്. അങ്ങനെ കൊച്ചന്മാരായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കും അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റുണ്ട്. കുറച്ച് മൂശാട്ടി അതിന് പോകാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. പിന്നെ അവരൊക്കെ മാറി മാറി എടുത്ത് അവനൊന്ന് ഓക്കെ ആയി. പിന്നെ അവനെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ച് മീൻകുളത്തിലേക്ക് കൊച്ചച്ഛൻ കൊണ്ട് കാണിച്ചു കൊടുത്തു. എവിടെ അവൻ ഇപ്പോഴും കട്ടയ്ക്ക് നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ കെട്ട് മാത്രമാണ് നമ്മുടെ അമ്പലത്തിലുണ്ടായിരുന്നത്, ബാക്കിയുള്ള ഓഡിറ്റോറിയത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് ഓഡിറ്റോറിയം ഗൈസ്. ഇതിപ്പോൾ ഞാൻ എത്ര ഹൈറ്റ് പിടിക്കണം ഈ മനുഷ്യനെ കിട്ടണമെങ്കിൽ? ഞാൻ ഇത്രേ ഉള്ളൂ ഗൈസ്, അത് അത്ര ഉണ്ട് ഗൈസ്. ഇപ്പം ഞാൻ എങ്ങനെ പിടിക്കും ഗൈസ്? ഇത് ഓക്കെ ആണല്ലേ ഗൈസ്. വിശന്നിട്ട് വൈകി രാവിലെ കാപ്പി പിടിക്കാൻ നേരത്താണല്ലോ കല്യാണത്തിൻ്റെ കാര്യം ഓർമ്മ. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് ഗൈസ്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ കഴിയാൻ. നാണക്കേടല്ലേ ഗൈസ് ഇപ്പം തന്നെ പോയി കഴിക്കാന്ന് പറയണേ, അല്ല ഈച്ച? ഇച്ചിന് എങ്ങനെയുണ്ട്? വിശപ്പുണ്ടോ? അപ്പം നമുക്ക് എന്തെങ്കിലും പോവാം കേട്ടോ, നമുക്കിവിടെ പോയിരിക്കാം. ഓഡിറ്റോറിയം അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളിയായിരുന്നുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കല്യാണത്തിന് ചെറിയൊരു തീമൊക്കെ പോലെ തോന്നി കേട്ടോ. അതുമാത്രമല്ല, ഒന്നുകൂടി കല്യാണം കഴിച്ചാലോ എന്ന് തോന്നി. വേറെ ആരെയല്ല, എൻ്റെ ഹസ്ബൻഡിന് തന്നെ. പിന്നെ പോലെയുള്ള കളിയും ചിരികളൊക്കെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ, പിന്നെ വിശപ്പിൻ്റെ അസ്കതി ഉള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയ കേട്ടോ. മൊട്ടം വെയിലാണ് കേട്ടോ. ആദ്യം ഇവനെ സെറ്റിൽ ചെയ്യാൻ ഗൈസ്, എന്നാലും എനിക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുള്ളൂ. മോൻ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് കളിക്കാനായിട്ട് 2 കൂട്ടുകാരികളെ കിട്ടി കേട്ടോ. ഞങ്ങളുടെ അപ്പച്ചിയുടെ മക്കളുടെ മക്കളാണ്. അങ്ങനെ അവരായിട്ടുള്ള കളിയും ചിരിയെല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത പന്തിയിൽ ഇരിക്കാനുള്ള സമയമായി. അങ്ങനെ ഞങ്ങൾ അടുത്ത പന്തിയിൽ ഇരിക്കാൻ പോയത്. അപ്പം ചിറ്റന്മാർ കൈ കഴുകാൻ പോയിട്ട് വന്നിട്ട് വേണം അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇവനെ വെച്ച് ഞങ്ങൾ കഴിക്കാൻ തന്നെ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. കാരണം ഇച്ചിരി നേരം ഇരുന്നപ്പോൾ തന്നെ കണ്ടില്ലേ ഗൈസ് അതിൻ്റെ ഒരു എഫക്റ്റ്. അപ്പോൾ കഴിച്ച് തീരുന്നവർ അവനുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. അങ്ങനെ സദ്യക്കുള്ള ഇലയൊക്കെ വന്ന് ഗൈസ്, കറികളും ചോറും എല്ലാം വന്നു കഴിഞ്ഞു. കാരണം സദ്യ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഗൈസ് എൻ്റെ ഭർത്താവ് 2 പപ്പടം വാങ്ങിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ കൊച്ചച്ഛനെ വിളിച്ച് വരുത്തി ഒരു പപ്പടം കൂടി വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ്. അല്ല നമ്മളോടാണല്ലേ കളി. അങ്ങനെ ഗൈസ് നമ്മുടെ ചോറൊക്കെ വന്ന് പരിപ്പുകറിയിൽ വെച്ചിട്ട് തട്ടി ഗൈസ് അടിപൊളി സദ്യയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എനിക്കത് ഫുൾ ഫിനിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് പറ്റിയില്ല കേട്ടോ ഗൈസ്. പറ്റുന്ന പോലെ ഫിനിഷ് ചെയ്തിട്ടോ ഗൈസ്. അങ്ങനെയെല്ലാം തോന്നി ഗൈസ്. ഈ 2 കറി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് എണീക്കാൻ വയ്യ. ഇതിൻ്റെ അറയിൽ പിടിച്ച് എണീക്കണം, ആ അവസ്ഥയിലിരിക്കണം ഗൈസ്. അനങ്ങാൻ വയ്യ, അത്രയും തട്ടിയിട്ടുണ്ട് ഗൈസ്. സദ്യയും കഴിച്ചു, വെയിലും കൊണ്ട് വയ്യ ഗൈസ്, തളർന്നു പോയിരിക്കുകയാണ്. ഞങ്ങൾ ഇനി കുറച്ച് ഗ്രാമീണ വീതിയിലൂടെ യാത്ര ചെയ്യാന്ന് ചോദിച്ചാൽ അല്ലേ ചാ? ഏത് വീതിയിലൂടെയാണ്? ഏത് വീതി ചോദിച്ചാ? ഗ്രാമീണ വീതിയിലൂടെ ഇന്നത്തെ വായിൽ കിടക്കുന്നതുകൊണ്ടാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്നലെ ഗ്രാമീണ വീതിയിലൂടെ യാത്ര ചെയ്യാൻ പോകും ഗൈസ്. അപ്പം നമുക്ക് പോവാം. ഗൈസ് അടിപൊളിയായിരുന്നുണ്ട് ഗൈസ്. അവിടെയൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ. ഇങ്ങനെ അതൊക്കെ ആസ്വദിച്ച് പോകുമ്പോഴാണ് ഗൈസ് ഞാൻ എൻ്റെ കണ്ണിലൊരു തേങ്ങ കണ്ടു കേട്ടോ. തേങ്ങയ്ക്കൊക്കെ എന്താ വിലയല്ലേ, കണ്ടിട്ട് പിന്നെ എങ്ങനെ ഗൈസ് എടുക്കാതെ പോവുക. നോക്കിയപ്പോഴാണെങ്കിൽ ഗൈസ് അത് അഴുക്ക തേങ്ങയായിരുന്നു. അങ്ങനെ അത് നോക്കി വന്നപ്പോൾ വിറകും കണ്ടു. ഇപ്പോഴാണ് എനിക്ക് നമ്മുടെ അമ്മമാരുടെ മനസ്സൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. റോട്ടിൽ കണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഓരോന്നിൻ്റെ വിലകളനുസരിച്ചിട്ടാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ഓൾ ബൈ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ.